ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നത്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഐഡിയ ആയിട്ടാണ്. നമ്മുടെ കേക്ക് ഉണ്ടല്ലോ, കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോർഡാണിത്. ആ ബോർഡിൽ ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അടിച്ചു കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായി. പിന്നെ ഞാനിങ്ങനെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ കോമ്പസ് വെച്ചിട്ട് അതിന് റൗണ്ട് ചെയ്ത് കൊടുത്തായിരുന്നു. റൗണ്ട് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയൊരു പണിയായിരുന്നു അത്. അപ്പോൾ അത് മാറ്റാതെ തന്നെ കൂട്ടുകാർ കൂടി കാണിച്ചു തരാമല്ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു എന്താ പറയുക, നമ്മുടെ മിറർ ഉണ്ടല്ലോ, റൗണ്ട് ഷേപ്പിലുള്ള മിറർ സെൻറ്ററിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റൗണ്ടായിട്ട് പിന്നെ വെച്ച് കൊടുക്കുന്നത് പെയിൻറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പഴയ ഒരു ഐലൈനറിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ റൗണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിററിൻ്റെ റൗണ്ട് ഷേപ്പിലായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ടായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ, ചെവിട്ടിലിടുന്ന ബഡ്സ്, ആ ബഡ്സിൻ്റെ പഞ്ഞിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മണ്ടൽ ആർട്ടൊക്കെ നല്ല സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ കേക്കൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം ഈ ഒരു കാർഡ്ബോർഡ് നമ്മൾ യൂസൊന്നും ചെയ്യില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കളയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മണ്ടൽ ആർട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ കൂടി തന്നെ നമ്മൾ ചെറിയൊരു ഡോട്ട് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ പിന്നെ എടുത്ത് വെച്ചാൽ റൂപ്പ് പെൻസിൽ ഉണ്ടല്ലോ, പെൻസിലിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിരിക്കുന്നത്. വെച്ചാൽ ഈ ഒരു പെൻസിൽ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ബാക്കിൽ റബ്ബർ ഇല്ലാത്ത പെൻസിലായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞാപ്പിക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് വാങ്ങിക്കൊടുത്ത പെൻസിൽസാണ്. അതിന് നല്ല ഡാർക്ക് ഷെയ്ഡാണ് കളർ വരുന്നത്, ബ്ലാക്ക് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബഡ്സിൻ്റെ ഇതും അതുപോലെ നമ്മുടെ റൂ പെൻസിൽ, അതുപോലെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാഗി വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു പെൻസിലാണ്. അപ്പോൾ ആ ഒരു പെൻസിൽ ഇപ്പോഴൊന്നും നിലവിൽ മാഗിയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനൊരു പെൻസിലൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇത് ഒത്തിരി നാൾ മുന്നേ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് ഇതിങ്ങനെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്, യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കളയാതെ മാറ്റി വെച്ചിരുന്നതാണ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് ഒരു റബ്ബറും കൂടി ഉണ്ടായിരുന്നു. ആ റബ്ബറും നല്ല യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ ആ റബ്ബർ കുഞ്ഞാപ്പി അത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഫ്രണ്ട് വെച്ചിട്ട് മാത്രമേ യൂസ് ആക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മൾ യെല്ലോ കളർ ഷെയ്ഡ് പെയിൻറ്റ് എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് വെച്ചും വരച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പെൻസിലൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ മറ്റൊന്നും വേണ്ടി എടുത്ത് യൂസാക്കുന്ന ഒരു ഐറ്റമൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ സിമ്പിളാണ്. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ വാങ്ങിയ പെയിൻറ്റൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും യൂസാക്കുന്ന പെയിൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തിടെയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫാബ്രിക് പെയിൻറ്റാണ്, വൈറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പിന്നീട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റെഡ് ഷെയ്ഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കളേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ എടുക്കാറുള്ള കളേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ട്യൂബ് ഉണ്ടായിരുന്നു. ആ ട്യൂബും കൂടി നമ്മൾ ഇതിലേ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായ ബോർഡൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടോ ഇങ്ങനെ വൈറ്റിൻ്റെ കൂടെ ബ്ലൂവും കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ വീണ്ടും നമ്മൾ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച കളർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ച കളർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നടുക്കിൽ വന്നിട്ട് നമുക്ക് ഒരു ഒത്തിരി ഗ്യാപ്പ് തോന്നിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വെച്ചാൽ യെല്ലോ കളർ തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഗോപി പോലെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരച്ച് കൊടുക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു പെൻസിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മളിതിങ്ങനെ പെൻസിലിങ്ങനെ ബാക്കിൽ പ്രസ് ചെയ്യുമ്പോഴത്തേനും ഫ്രണ്ടിലോട്ട് നമ്മുടെ അത് നിബ്ബ് വരുന്ന രീതിയിലുള്ള ഒരു പെൻസിലായിരുന്നു.
അപ്പോൾ അതിൻ്റെ നിബ്ബൊക്കെ നമ്മൾ യൂസാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്ര ബലമുള്ള നിബ്ബൊന്നും അല്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അത് പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുഞ്ഞാപ്പിക്ക് കൊടുത്തിട്ട് കുഞ്ഞാപ്പി അത് യൂസാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും റൗണ്ടിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും മിറർ വെച്ച് കൊടുക്കുകയാണ്. മിറർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഡോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡോട്ട് പോലെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ റെഡ് കളർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റെഡ് കളർ ഈയിടെ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു റെഡ് കളർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരു സൈഡിൽ വന്നിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു സൈഡിൽ വന്നിട്ട് നമ്മൾ ഇച്ചിരി വീതി കുറവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ വരച്ചുകൊണ്ട് ഇരുന്ന ടൈമിൽ തന്നെ പെയിൻറ്റ് ഇങ്ങനെ ഇളകി പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് റൗണ്ട് വന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ വന്നിട്ട് കുറച്ച്, പക്ഷേ ഫൈനൽ ലുക്കിലോട്ട് വരുമ്പോൾ അതൊരു കുറവായിട്ടൊന്നും തോന്നുന്നില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വരച്ച് വന്ന നേരത്തെ ഒരു കുറവ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതങ്ങനെ നമ്മൾ കണ്ടോ ഫൈനലായിട്ട് ഉള്ള റൗണ്ട് കൂടി ഫില്ല് ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫുള്ള് മിറർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഒട്ടിക്കുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്ന് വെച്ചാൽ അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മിറർ വർക്ക് ഒത്തിരി മിറർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒത്തിരി മിററൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൂടുതലും വൈറ്റ് കളറും പിന്നെ മിറർ വർക്ക് കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി മിറർ വെച്ച് കൊടുത്ത് നോക്കിയപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാനത് കുറവായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പെയിൻ്റൊക്കെ വെച്ച് വീണ്ടും നമ്മൾ റൗണ്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അവ കണ്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ. 2-3 കളേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്, ഒത്തിരി കളേഴ്സൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി ഒരു വൈറ്റ് കളറിലും കൂടി നമ്മൾക്ക് ഇതിന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളാണ് കേട്ടോ എന്തായാലും ചെയ്തെടുക്കാനായിട്ട്, സിമ്പിളാണ്. എന്നാൽ പക്ഷേ ഹമ്പിളായിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. നല്ല രസത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ കയ്യിലുള്ള എന്താ പറയുന്ന ഐറ്റംസൊക്കെ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങി തന്നെ ചെയ്യുന്നതല്ലോ. നമ്മൾക്ക് പെയിൻറ്റ് മാത്രമാണ് കുറച്ച് ചാർജബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പെയിൻറ്റൊക്കെ വെച്ചിട്ടാണ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാരുടെ കയ്യിൽ ഒത്തിരി പെയിൻറ്റ് ഇല്ലെങ്കിലും നമ്മൾക്ക് ഉള്ള പെയിൻറ്റൊക്കെ വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ഫൈനൽ ലുക്ക് വരുമ്പോഴും എന്തായാലും അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. കണ്ടോ നമ്മളപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടോ ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഫ്രണ്ട്സിന് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു വർക്ക് തന്നെയാണ്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനാണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീണ്ടും കാണുന്നവർക്കൊക്കെ ബൈ.